ഹലോ സ്റ്റുഡൻസ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ടെൻഡർ ആൻഡ് കൊട്ടേഷൻസ് എങ്ങനെയാണ് പ്രിപ്പറേഷൻ ഓഫ് ടെൻഡർ ആൻഡ് കൊട്ടേഷൻസ് ചെയ്യുന്നതെന്നായിരുന്നു പറഞ്ഞിരുന്നത്. നമുക്ക് ഇല്ലുസ്ട്രേഷൻ 16 നമ്മൾ ചെയ്തിരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ കഴിഞ്ഞ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് തന്നെ പറഞ്ഞിരുന്നു എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. ആദ്യം നമ്മുടെ ജനറൽ കോസ്റ്റ് ഷീറ്റ് വേണം. അതിനുശേഷം ഫാക്ടറി ഓവർ ഹെഡ് റേറ്റ് അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ ഓവർ ഹെഡ് റേറ്റ്, റേറ്റ് ഓഫ് പ്രോഫിറ്റ്, ഇവ മൂന്നും കണ്ടുപിടിക്കണം. അതിനുശേഷം നമ്മുടെ തന്നിരിക്കുന്ന ഒരു പ്രോഡക്റ്റിൻ്റെ കോസ്റ്റ് ഷീറ്റ് എത്രയാണോ അത് പ്രിപ്പയർ ചെയ്യണം. ഇങ്ങനെയായിരുന്നു നമ്മൾ ടെൻഡർ ആൻഡ് കൊട്ടേഷൻസ് വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നത്. ഇനി അതുപോലെ തന്നെയുള്ളതാണ് ഇല്ലുസ്ട്രേഷൻ 17 വന്നിരിക്കുന്നത്. ഞാൻ അതും കൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇല്ലുസ്ട്രേഷൻ 17 ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് വേജസ്, അതുപോലെ ഫാക്ടറി ഓവർ ഹെഡ്, അഡ്മിനിസ്ട്രേഷൻ ഓവർ ഹെഡ്, സെല്ലിംഗ് ഓവർ ഹെഡ്, ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ്, പ്രോഫിറ്റ്, ഇത്രയും കാര്യം തന്നിട്ടുണ്ട്. പിന്നെ പറഞ്ഞിരിക്കുന്നത് ഒരു പുതിയ മോഡൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവാണ്. അതിൻ്റെ മെറ്റീരിയലായിട്ട് ₹8,000 രൂപയുടെ മെറ്റീരിയലും വേജസ് ആയിട്ട് ₹5,000 രൂപയുടെ വേജസും വേണം. ഇനി പറഞ്ഞിരിക്കുന്നത് അസ്യൂമിങ് ദാറ്റ് ഇൻ 2019 ദ റേറ്റ് ഓഫ് ഫാക്ടറി ഓവർ ഹെഡ് ഹാസ് ഇൻക്രീസ്ഡ് ബൈ 20%. അപ്പം ഫാക്ടറി ഓവർ ഹെഡ് 20% ഇൻക്രീസ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം നേരത്തെയുള്ള ഫാക്ടറി ഓവർ ഹെഡ്, ഓൾറെഡി ഉള്ള ഫാക്ടറി ഓവർ ഹെഡ് കണ്ടുപിടിക്കണം, പ്ലസ് 20% കൂടി നമ്മൾ ആഡ് ചെയ്യണം. അതുപോലെ ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ് പറഞ്ഞിരിക്കുന്നത് 10% വർദ്ധിച്ചിരിക്കുന്നു. ഗോൺ ഡൗൺ എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പം 10% കുറഞ്ഞിരിക്കുകയാണ്. പിന്നെ സെല്ലിംഗ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓവർ ഹെഡ് ഗോൺ അപ്പ് ബൈ 12.5%. അഡ്മിനിസ്ട്രേഷൻ ഓവർ ഹെഡ് 12.5% ഇൻക്രീസും ചെയ്തിരിക്കുന്നു. ഇനി ചോദിച്ചേക്കുന്നത് ആ ന്യൂ മോഡൽ എത്ര രൂപയ്ക്കാണ്, എത്രയാണ് അതിൻ്റെ ടെൻഡർ പ്രൈസ് അല്ലെങ്കിൽ കൊട്ടേഷൻ പ്രൈസ് നമ്മൾ ഫിക്സ് ചെയ്യേണ്ടതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫാക്ടറി ഓവർ ഹെഡ് ബേസ്ഡ് ഓൺ ഡയറക്റ്റ് വേജസ് വൈൽ ഓൾ അതർ ഓവർ ഹെഡ്സ് ആർ ബേസ്ഡ് ഓൺ ഫാക്ടറി കോസ്റ്റ്. അപ്പം ഫാക്ടറി ഓവർ ഹെഡ് ഡയറക്റ്റ് വേജസിൻ്റെ ബേസിലാണ് കൊടുക്കുന്നതെന്ന് പറഞ്ഞ്, പിന്നെയുള്ളതെല്ലാം വർക്ക് കോസ്റ്റ് അല്ല ഫാക്ടറി കോസ്റ്റ്. അതായത് നമുക്കറിയാവുന്ന കാര്യം തന്നെയാണത്. നമുക്ക് പഠിച്ചേക്കുന്ന കാര്യമാണ് ഫാക്ടറി ഓവർ ഹെഡ് റേറ്റ് കണ്ടുപിടിക്കുന്നതും അഡ്മിനിസ്ട്രേഷൻ ആൻഡ് സെല്ലിംഗ് ഓവർ ഹെഡ് റേറ്റും കണ്ടുപിടിക്കുന്നതും എങ്ങനെയാണെന്നുള്ള കാര്യം. ഇനി നമുക്ക് ഈ സൊല്യൂഷനിലോട്ട് കിടക്കാം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു, ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് ജനറലായിട്ടുള്ള ഒരു കോസ്റ്റ് ഷീറ്റ് തന്നിരിക്കുന്ന ഡേറ്റാസ് വെച്ച് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ ജനറൽ കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാൻ ഡയറക്റ്റ് മെറ്റീരിയൽ 6 lakh, ഡയറക്റ്റ് വേജസ് 5 lakh, അങ്ങനെ പ്രൈം കോസ്റ്റ് നമുക്ക് 11 lakh കിട്ടും. ഫാക്ടറി ഓവർ ഹെഡ് 3 lakh തന്നിട്ടുണ്ട്. അങ്ങനെ വർക്ക് കോസ്റ്റ് നമുക്ക് 14 lakh കിട്ടും. അഡ്മിനിസ്ട്രേഷൻ ഓവർ ഹെഡ് 3,36,000. സോ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ 70,36,000. ദെൻ സെല്ലിംഗ് ഓവർ ഹെഡ് 2,24,000 ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ് 1,40,000. അപ്പോൾ ഇതെല്ലാം കൂടി ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കോസ്റ്റ് ഓഫ് സെയിൽസ് 21 lakh എന്ന് കിട്ടും. പിന്നെ പറഞ്ഞിരിക്കുന്നത് പ്രോഫിറ്റ് 4,20,000 നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സോ സെയിൽസ് എന്ന് പറയുന്നത് 21 lakh പ്ലസ് 4,20,000 ഇസ് ഈക്വൽ ടു 25,20,000 ആണ് നമുക്ക് സെയിൽസ് വരുന്നത്. നെക്സ്റ്റ് നമുക്ക് രണ്ടാമത്തെ സ്റ്റെപ്പിൽ കാൽക്കുലേഷൻ ഓഫ് ഓവർ ഹെഡ് റേറ്റ്സ് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. നമുക്കറിയാവുന്ന കാര്യം ഫാക്ടറി ഓവർ ഹെഡ് റേറ്റ് നമ്മൾ ഡയറക്റ്റ് വേജസിൻ്റെ ബേസിസിലും ബാക്കിയുള്ളതെല്ലാം വർക്ക് കോസ്റ്റിൻ്റെ ബേസിസിലുമാണ് നമ്മൾ വീതിച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കങ്ങനെ ഓവർ ഹെഡ് റേറ്റ്സ് കണ്ടുപിടിക്കാം. ഫാക്ടറി ഓവർ ഹെഡ് റേറ്റ് കണ്ടുപിടിക്കുന്നതിന് ഫാക്ടറി ഓവർ ഹെഡ് ഡിവൈഡ് ബൈ ഡയറക്റ്റ് വേജസ് ഇൻറ്റു 100. അഡ്മിനിസ്ട്രേഷൻ ഓവർ ഹെഡ് കണ്ടുപിടിക്കുന്നതിന് അഡ്മിനിസ്ട്രേഷൻ ഓവർ ഹെഡ് ഡിവൈഡ് ബൈ വർക്ക് കോസ്റ്റ് ഇൻറ്റു 100. അതുപോലെ സെല്ലിംഗ് ഓവർ ഹെഡ്, ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ടാണ് തന്നിരിക്കുന്നത്. അപ്പോൾ രണ്ടിൻ്റെയും പെർസെൻറ്റേജ് നമ്മൾ കണ്ടുപിടിക്കണം. സെല്ലിംഗ് ഓവർ ഹെഡ് കണ്ടുപിടിക്കുന്നതിന് വർക്ക് കോസ്റ്റ് ഡിവൈഡ് ബൈ 100 ഇൻറ്റു 100 ചെയ്യുക. ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ് ഡിവൈഡ് ബൈ വർക്ക് കോസ്റ്റ് ഇൻറ്റു 100 ചെയ്യുക. ലാസ്റ്റ് റേറ്റ് ഓഫ് പ്രോഫിറ്റ് കണ്ടുപിടിക്കുന്നത് നമ്മൾ പറഞ്ഞു സെയിൽസിൻ്റെ ബേസിസിലാണ് റേറ്റ് ഓഫ് പ്രോഫിറ്റ് കണ്ടുപിടിക്കുന്നത്. സോ പ്രോഫിറ്റ് ഡിവൈഡ് ബൈ സെയിൽസ് ഇൻറ്റു 100. അപ്പം നമുക്ക് 16.67% കിട്ടും. നമ്മളത് ഷോർട്ടാക്കി വരുമ്പം 16 പോയിൻ്റ് എന്ന് പറയുമ്പോൾ 1/6 ആണ് നമുക്ക് വരുന്നത്. അപ്പം 1/6 സെയിൽസ് എന്ന് പറയുന്നത് കോസ്റ്റിൻ്റെ 1/5 ആയിരിക്കും. ഓൾറെഡി ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെയാണ്. സെയിൽസിൻ്റെ 1/6 എന്ന് പറയുന്നത് കോസ്റ്റിൻ്റെ 1/5 ആയിരിക്കും. ഇത്രയും കണ്ടുപിടിച്ചു. ഇനി അടുത്ത മൂന്നാമത്തെ സ്റ്റെപ്പായിട്ട് പറഞ്ഞിരിക്കുന്നത് നേരത്തെ ചെയ്യുന്ന പ്രോബ്ലത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവിടെ ഒരു റിവൈസ്ഡ് റേറ്റ് ഉണ്ടെന്ന് പറഞ്ഞേക്കുന്നു. റിവൈസ്ഡ് റേറ്റിൽ നമുക്ക് കുറച്ച് റേറ്റുകൾ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്, കുറച്ച് റേറ്റുകൾ ഡിക്രീസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഫാക്ടറി ഓവർ ഹെഡ് റേറ്റ് നമുക്ക് 60% ആയിരുന്നു കിട്ടിയിരുന്നത്. 60% പറഞ്ഞിരിക്കുന്നത് 20% കൂടി ഇൻക്രീസ് ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് കണ്ടുപിടിക്കുന്നതിന് 60% അല്ലെങ്കിൽ 60 + 20% എന്ന് ഇട്ടാൽ മതി. നമ്മുടെ ടെക്സ്റ്റ് പറഞ്ഞേക്കുന്നത് 60 ഡിവൈഡ് ബൈ 100 ഇൻറ്റു 120 എന്ന് കൊടുത്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ അതിൽ ഈസി ആയിട്ട് നമുക്ക് 60 + 20% എന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 72% കിട്ടും. അടുത്ത അഡ്മിനിസ്ട്രേഷൻ ഓവർ ഹെഡിൻ്റെ കാര്യം അതുപോലെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അഡ്മിനിസ്ട്രേഷൻ ഓവർ ഹെഡ് 12.5% ഇൻക്രീസ് ചെയ്തെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 12.5% ഇൻക്രീസ് ചെയ്യുമ്പോൾ നമുക്ക്
24% ആണ് അഡ്മിനിസ്ട്രേഷൻ ഓവർ ഹെഡ് കിട്ടിയിരുന്നത്. ആ അഡ്മിനിസ്ട്രേഷൻ ഓവർ ഹെഡിന് കൊടുത്ത് 24 പ്ലസ് 12.5% കൂട്ടിക്കഴിയുമ്പോൾ നമുക്ക് 27% കിട്ടും. സെല്ലിംഗ് ഓവർ ഹെഡിൻ്റെ കാര്യം പറഞ്ഞിരിക്കുന്നതും അത് 12.5% ഇൻക്രീസാണ്. സോ നമുക്ക് സെല്ലിംഗ് ഓവർ ഹെഡ് 16% ആയിരുന്നു കിട്ടിയിരുന്നത്. നമ്മൾ 12.5% കൂടി ഇൻക്രീസ് ചെയ്യുമ്പം 16 പ്ലസ് 12.5% കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് 18% കിട്ടും. ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡിൻ്റെ റേറ്റ് പറഞ്ഞിരിക്കുന്നത് മാത്രം ഡിക്രീസാണ് പറഞ്ഞിരിക്കുന്നത്. ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ് ഹാസ് ഗോൺ ഡൗൺ ബൈ 10% എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ് 10% ഡിക്രീസ് ചെയ്തിരിക്കുന്നു. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്, നമുക്ക് ഓൾറെഡി ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ് 10% ആയിരുന്നു കിട്ടിയത്. അപ്പോൾ 10 മൈനസ് 10% കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് 9% കിട്ടും. പിന്നെ പ്രോഫിറ്റിൻ്റെ കാര്യം നമുക്കറിയാം. നമ്മുടെ സെയിൽസിൻ്റെ 1/5 ആയിരുന്നത് നമുക്ക് കോസ്റ്റിൻ്റെ 1/5 ആയിരിക്കും. 1/6 ആയിരുന്നു 1/5 ആയി മാറി. ഇനി പുതിയ ഒരു മോഡൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതിനുള്ള കൊട്ടേഷൻ പ്രൈസ് കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിനൊരു കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യണം. ഡയറക്റ്റ് മെറ്റീരിയൽ ആ ഒരു മോഡൽ ഉണ്ടാക്കുന്നതിന് 8,000 റുപ്പീസ് 8,000 വേണം. ഡയറക്റ്റ് വേജസ് 5,000. അപ്പോൾ നമുക്ക് പ്രൈം കോസ്റ്റ് 13,000 കിട്ടും. ഫാക്ടറി ഓവർഹെഡ് നമ്മുടെ റിവൈസ്ഡ് റേറ്റിൽ കൊടുക്കുക. അതായത് ഡയറക്റ്റ് വേജസിൻ്റെ 72% എന്ന് പറയുമ്പോൾ നമുക്ക് 3,600 കിട്ടുന്നത്. വർക്ക് കോസ്റ്റ് അങ്ങനെ നമുക്ക് 16,600 കിട്ടും. പിന്നെ അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡിൻ്റെ കാര്യം പറഞ്ഞിരിക്കുന്നത് വർക്ക് കോസ്റ്റിൻ്റെ 27% നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് റേറ്റ്. അപ്പോൾ വർക്ക് കോസ്റ്റിൻ്റെ 27% നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് 4,482 കിട്ടും. സോ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ 21,082 എന്ന് കിട്ടും. ഇനി സെല്ലിംഗ് ഓവർ ഹെഡ് 18% ആണ്. അതും വർക്ക് കോസ്റ്റിൻ്റെ തന്നെയാണ്. അപ്പം 16,600-ന് 18% വരുമ്പം 2,988 സെല്ലിംഗ് ഓവർ ഹെഡ് കിട്ടുന്നത്. ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡിൻ്റെ കാര്യം പറഞ്ഞാൽ നമുക്ക് 10% കുറവെന്നായിരുന്നു പറഞ്ഞിരുന്നത്. അപ്പോൾ 9%. അപ്പോൾ അതും നമ്മൾ കണ്ടുപിടിക്കുന്ന വർക്ക് കോസ്റ്റിൻ്റെ ബേസിസിലാണ്. വർക്ക് കോസ്റ്റ് 16,600 ഇൻറ്റു 9% 1,494. ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് 25,564. ഇനി പ്രോഫിറ്റ് പെർസെൻറ്റേജ് 1/5 ആണ്. കോസ്റ്റിൻ്റെ 1/5 ആണെന്ന് നമുക്കറിയാം. അപ്പം നമ്മുടെ കോസ്റ്റ് എന്ന് പറയുന്നത് 25,564 ആയതുകൊണ്ട് അതിൻ്റെ 1/5 എന്ന് പറയുന്ന പ്രോഫിറ്റ് 5,113. സോ നമ്മുടെ ടോട്ടൽ സെയിൽസ് പ്രൈസ് സെയിൽസ് എന്ന് പറയുന്നത് 30,677. ഇതാണ് കഴിഞ്ഞ പ്രാവശ്യം ഈ സെയിം മോഡൽ ഒരു മൊബൈൽ ഫോണിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു വന്നിരുന്നത്. അപ്പോൾ കുറേ പേര് തെറ്റിച്ചിരിക്കുന്ന ഒരു മോഡലാണ് ഈ പറഞ്ഞ ക്വസ്റ്റ്യൻ. കാരണം ഇത് ഇച്ചിരി 15 മാർക്കിൻ്റേത് ചെയ്യാനായിട്ട് തന്നെ ഉള്ളതാണ്. 2 കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യണം. ഒരു റേറ്റ് കണ്ടുപിടിച്ചാൽ പോരാ, റിവൈസ്ഡ് റേറ്റും കണ്ടുപിടിക്കണം. അതുകൊണ്ട് നിങ്ങളിത് ഇമ്പോർട്ടൻ്റ് എഴുതി വെച്ച് തന്നെ നിങ്ങളിത് പഠിച്ചോണം. കാരണം കഴിഞ്ഞ എക്സാമിന് 15 മാർക്കിൻ്റെന് വന്നതാണ്. ഞാൻ നോക്കിയ പേപ്പറുകളിൽ പകുതി പേര് പോലും സ്കോർ ചെയ്തിട്ടില്ല. പകുതിയല്ല, ഒരു 90% പോലും സ്കോർ ചെയ്തിട്ടില്ലാത്തൊരു പ്രോബ്ലമാണ് ഈ പറഞ്ഞിരിക്കുന്നത്. എല്ലാവരും തെറ്റിച്ചേക്കുന്നതാണ്. അതുകൊണ്ട് നിങ്ങളത് ശ്രദ്ധയോടെ തന്നെ പഠിക്കണം. എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കണം. ഈ മോഡൽ നമുക്കൊരു പ്രാക്ടിക്കൽ പ്രോബ്ലം കൂടി വരുന്നുണ്ട്. അതുകൂടി നോക്കിയാൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായിക്കോളൂ. ഈ പ്രാക്ടിക്കൽ പ്രോബ്ലം 292 പേജിൽ 12ാമത്തെ പ്രാക്ടിക്കൽ പ്രോബ്ലം. ഞാൻ നേരത്തെ പറഞ്ഞ കഴിഞ്ഞ എക്സാമിന് വന്ന സെയിം ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യനാണ് കഴിഞ്ഞ എക്സാമിന് ഇതേപോലെ തന്നെ വന്നത്. അതുകൊണ്ട് ഇതൊന്ന് നിങ്ങൾ ചെയ്ത് നോക്കണം. ഞാൻ പറഞ്ഞു ഇത് എല്ലാവർക്കും ചെയ്ത് കിട്ടിയിട്ടുള്ളതല്ല. എന്ന് വെച്ചാൽ എക്സാമിന് ആരും തന്നെ ഇത് അറ്റൻഡ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഇത് നിങ്ങൾ നന്നായിട്ട് ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചോണം. 12ാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, അടുത്തായിട്ട് നമുക്ക് ഇല്ലുസ്ട്രേഷൻ 18. ഇത് വേറൊരു മോഡലാണ്. അപ്പോൾ ഇല്ലുസ്ട്രേഷൻ 18 കൂടി നമുക്ക് നോക്കിയതിന് ശേഷം ഇനിയുള്ള ഇല്ലുസ്ട്രേഷൻസൊക്കെ കുറച്ചുകൂടി കോംപ്ലിക്കേഷനായിട്ട് വരുന്നതാണ്. അപ്പോൾ എല്ലാം തന്നെ നമുക്കൊന്ന് നോക്കി പോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇല്ലുസ്ട്രേഷൻ 18 എങ്ങനെയാണ് ഡിഫറൻ്റ് ആയിട്ടിരിക്കുന്നത് നോക്കാം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് 1000 LED ബൾബ്, ഒരു വർഷം 1000 LED ബൾബ് മാനുഫാക്ചർ ചെയ്തൊരു കമ്പനിയുടെ ഡീറ്റെയിൽസ് ആണ് തന്നിരിക്കുന്നത്. കോസ്റ്റ് ഷീറ്റാണ് തന്നിരിക്കുന്നത്. P&L ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആയിട്ടാണ് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. പിന്നെ പറഞ്ഞിരിക്കുന്നത് ഇവിടെ നമ്മൾ നെക്സ്റ്റ് ചെയ്യേണ്ടത് ഔട്ട്പുട്ട് ആൻഡ് സെയിൽസ് വിൽ ബി 1,200 LED ബൾബ്സ്. അപ്പം നമ്മൾ ഇവിടെ 1000 ആയിരുന്നു LED ബൾബ്സ്. ഇനി നെക്സ്റ്റ് നമുക്ക് ചെയ്യേണ്ടത് അത് 1,200 ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയാണ് കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നതെന്നാണ് ശരിക്കും ചോദിച്ചേക്കുന്നത്. എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ഷീറ്റാണ് ചോദിച്ചേക്കുന്നത്. പിന്നെ പറഞ്ഞേക്കുന്നത് മെറ്റീരിയലിൻ്റെ പ്രൈസ് 20% കൂടിയിട്ടുണ്ട്, വേജസ് 5% കൂടിയിട്ടുണ്ട്. അതായത് നമുക്കിപ്പോൾ തന്നിരിക്കുന്ന മെറ്റീരിയൽസ് 20% കൂടും, വേജസ് 5% കൂടും. വർക്ക് കോസ്റ്റ് വിൽ റൈസ് ഇൻ പ്രൊപ്പോർഷൻ ടു ദ കമ്പൈൻഡ് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ ആൻഡ് വേജസ്. വർക്ക് കോസ്റ്റ് ഇൻക്രീസ് ചെയ്തിരിക്കുന്നത് കമ്പൈൻഡ് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ ആൻഡ് വേജസ് എന്ന് പറയുന്നത് എന്താ? പ്രൈം കോസ്റ്റാണ്.
മെറ്റീരിയലും വേജസും കൂടി കൂടുമ്പോഴാണല്ലോ പ്രൈം കോസ്റ്റ് കിട്ടുന്നത്. അപ്പം പ്രൈം കോസ്റ്റിൻ്റെ പ്രൊപ്പോർഷൻ അനുസരിച്ചാണ് വർക്ക് കോസ്റ്റ് ഇൻക്രീസ് ചെയ്യുന്നത്. പിന്നെ ഉള്ളത് സെല്ലിംഗ് പ്രൈസിൻ്റെ 10% പ്രോഫിറ്റ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ സെല്ലിംഗ് കോസ്റ്റ് പെർ യൂണിറ്റ് ആൻഡ് അതർ എക്സ്പെൻസ് വിൽ റിമെയിൻ അൺചേഞ്ച്ഡ്. അപ്പം സെല്ലിംഗ് കോസ്റ്റും സെല്ലിംഗ് പ്രൈസ് നമുക്ക് അൺചേഞ്ച്ഡ് ആയിട്ട് നിൽക്കുകയെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ആദ്യം ജനറൽ കോസ്റ്റ് ഷീറ്റ് 1000 LED ബൾബിൻ്റെ കണ്ടുപിടിക്കണം. പിന്നെ നമുക്ക് 1200 LED ബൾബിൻ്റെയും കണ്ടുപിടിക്കണം. നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ നമുക്ക് 1000 1200 എന്ന് പറഞ്ഞേക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് പെർ യൂണിറ്റ് കോളം കൂടി വേണം. നമുക്ക് ആദ്യം ജനറൽ കോസ്റ്റ് ഷീറ്റിൽ ഡയറക്റ്റ് മെറ്റീരിയലും ഡയറക്റ്റ് വേജസും നോക്കി എഴുതുക. മെറ്റീരിയൽ 80,000 ട്രേഡിംഗ് അക്കൗണ്ടിൽ കിടപ്പുണ്ട്, വേജസും 1,20,000 കിടപ്പുണ്ട്. സോ പ്രൈം കോസ്റ്റ് നമുക്ക് 2 ലക്ഷം കിട്ടും. ഇനി അതിൻ്റെ നമ്മൾ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ, അതായത് 1000 LED ബൾബാണ് നമ്മുടെ ഔട്ട്പുട്ട് തന്നിരിക്കുന്നത്. അപ്പോൾ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് പെർ യൂണിറ്റ് കോളത്തിലോട്ട് എഴുതാനായിട്ട് പറ്റുന്നത്. വർക്ക് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രൈം കോസ്റ്റ് നമുക്ക് 2 lakh കിട്ടും. പെർ യൂണിറ്റ് കോളത്തിൽ 2 lakh ഡിവൈഡ് ബൈ 1000 വരുമ്പം 200 കിട്ടും. ഇനി അടുത്ത വർക്ക് കോസ്റ്റിൻ്റെ കാര്യം എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഡയറക്റ്റായിട്ട് നമുക്ക് 50,000 നമ്മുടെ ട്രേഡിംഗ് അക്കൗണ്ടിൽ തന്നിട്ടുണ്ട്. സോ വർക്ക് ഓൺ കോസ്റ്റിലെ വർക്ക്സ് ഓൺ കോസ്റ്റ് എന്ന് പറയുന്നത്, അല്ലെ ഫാക്ടറി ഓവർഹെഡിന് തന്നെയാണ് ഈ വർക്ക് ഓൺ കോസ്റ്റ് എന്ന് പറയുന്നത്. വർക്ക്സ് ഓൺ കോസ്റ്റ് എന്ന് പറയുന്നത് 5000 ആണ്. അങ്ങനെ നമുക്ക് ടോട്ടൽ വർക്ക് കോസ്റ്റ് 22,50,000 കിട്ടും. ഇനി നമുക്ക് നെക്സ്റ്റ് വന്നേക്കുന്ന അഡ്മിനിസ്ട്രേഷൻ ഓവർ ഹെഡാണ്. നമുക്ക് ഡയറക്റ്റ് അഡ്മിനിസ്ട്രേഷൻ ഓവർ ഹെഡ് തന്നിട്ടില്ല. നമ്മൾ എന്തൊക്കെയാണ് അഡ്മിനിസ്ട്രേഷൻ ഓവർ ഹെഡിനകത്ത് വരുന്ന ഐറ്റംസ് നോക്കാം. സാലറീസ് വരും, റെൻ്റ് ആൻഡ് റേറ്റ്സ് വരും, അതുപോലെ തന്നെ ജനറൽ എക്സ്പെൻസ് ഉണ്ട്. ഇവ മൂന്നും കൂടി ചേർത്തിട്ടാണ് നമ്മൾ അഡ്മിനിസ്ട്രേഷൻ ഓവർ ഹെഡ് കണ്ടുപിടിക്കുന്നത്. സോ ടോട്ടൽ അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് 90,000 കിട്ടും. 19,000 കിട്ടും. ഈ 90,000 കൂടി ചേർത്ത് കഴിയുമ്പോൾ നമുക്ക് ടോട്ടൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ 3,40,000 കിട്ടും. ദെൻ നെക്സ്റ്റ് സെല്ലിംഗ് ഓവർ ഹെഡ്, അല്ലെ സെല്ലിംഗ് എക്സ്പെൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത് നമുക്ക് ഈ ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്ന് കിട്ടും 30,000. സോ നമ്മുടെ ടോട്ടൽ കോസ്റ്റ് ഓഫ് സെയിൽസ് ഈസ് ഈക്വൽ ടു 3,17,000. യൂണിറ്റോളം 1000 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ 370 കിട്ടും. ഇനി അടുത്ത് പറഞ്ഞിരിക്കുന്നത് പ്രോഫിറ്റിൻ്റെ കാര്യം എന്താണ് പറഞ്ഞിരിക്കുന്നത്? നമുക്ക് 30,000 രൂപ പ്രോഫിറ്റ് ഉണ്ടെന്ന് തന്നെ നമുക്ക് ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നോക്കിയാൽ അറിയാം 30,000 രൂപ പ്രോഫിറ്റ് ഉണ്ടെന്ന്. അപ്പോൾ നമ്മുടെ ടോട്ടൽ സെയിൽസ് എന്ന് പറയുന്നത് 4 ലക്ഷം. നമ്മുടെ യൂണിറ്റ് എന്ന് പറയുന്നത് 400 യൂണിറ്റ്. 400 യൂണിറ്റിനുള്ള കോസ്റ്റ് 400 രൂപയാണ് യൂണിറ്റ് കോസ്റ്റ്. ഓക്കെ, ഇനി നമുക്ക് വർക്കിംഗ് നോട്ടായിട്ട് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് 1200 LED ബൾബാണ് നമ്മൾ പുതിയതായിട്ട് നമ്മൾ മാനുഫാക്ചർ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചേക്കുന്നത്. അപ്പോൾ 1000 ആയിരുന്നത് 1200 ആകുമ്പോൾ നമുക്ക് എല്ലാ മെറ്റീരിയലിൻ്റെ കോസ്റ്റ് ഇൻക്രീസ് ചെയ്യും, അതുപോലെ ലേബർ കോസ്റ്റ് ഇൻക്രീസ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. മെറ്റീരിയലിൻ്റെ കോസ്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് നമുക്ക് പെർ കോസ്റ്റ് തന്നത് നമുക്ക് ജനറൽ കോസ്റ്റ് ഷീറ്റ് നോക്കുമ്പോൾ അറിയാം 80 കിട്ടി മെറ്റീരിയൽ. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ 20% കൂടി കൂടുമ്പോൾ നമുക്ക് എത്ര വരും? 16 രൂപ വരും. അപ്പം അതായത് 80ൻ്റെ 20% 16. സോ നമ്മുടെ ടോട്ടൽ 20% കൂടുക എന്ന് പറയുമ്പം ഇപ്പോൾ 80,000 ഉണ്ടായിരുന്നത് 80 രൂപയാണ് പെർ യൂണിറ്റിന് ഉണ്ടായിരുന്നെങ്കിൽ, മെറ്റീരിയലിനുണ്ടായിരുന്നെങ്കിൽ 80 + 20% വരുമ്പം 96 രൂപയായിട്ട് മാറും. 80 പ്ലസ് 20% ഇപ്പോൾ 96 രൂപ നമുക്ക് പെർ യൂണിറ്റ് വരും. നേരത്തെ 80 ഉണ്ടായിരുന്നത്. സോ നമ്മുടെ ടോട്ടൽ കോസ്റ്റ് കോളത്തിൽ എത്ര വരും? 1200 LED ബൾബാണ് ഉണ്ടാക്കാൻ പോകുന്നതെങ്കിൽ 1200 × 96 1,15,200 വരും. ഇപ്പം നെക്സ്റ്റ് പേജിൽ ആ കോസ്റ്റ് ഷീറ്റ് വരച്ചിട്ടുണ്ട്, 1200ൻ്റെ വരച്ചിട്ടുണ്ട്. അതിൽ ഈ ഡയറക്റ്റ് മെറ്റീരിയലും ഡയറക്റ്റ് ലേബറും നിങ്ങളിങ്ങനെ വർക്കിംഗ് നോട്ട് എഴുതി മനസ്സിലായൊരു വർക്കിംഗ് നോട്ട് എഴുതേണ്ട കാര്യമില്ല, ഇല്ലെങ്കിൽ വർക്കിംഗ് നോട്ട് എഴുതി തന്നെ പൊക്കോണം. പിന്നെ പറഞ്ഞിരിക്കുന്നത് ലേബർ കോസ്റ്റിൻ്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ലേബർ കോസ്റ്റ് 5% ഇൻക്രീസ് ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ലേബർ കോസ്റ്റ് അല്ലെങ്കിൽ ഡയറക്റ്റ് വേജസ് എന്ന് പറഞ്ഞാൽ 120 ആയിരുന്നു പെർ യൂണിറ്റിന്. അപ്പോൾ യൂണിറ്റിന് 120 പ്ലസ് ഒരു 5% കൂടി കൂടുമ്പോൾ നമുക്ക് 126 ആകും. 5% കൂടി കൂടുമ്പോൾ അപ്പം 120 പ്ലസ് 5% ഈസ് ഈക്വൽ ടു 126 രൂപ നമുക്ക് പെർ യൂണിറ്റിന് കിട്ടും. അപ്പോൾ 1200 ബൾബ് ഉണ്ടാക്കുകയാണെങ്കിൽ 1200 × 126 1,51,200 നമുക്ക് ഡയറക്റ്റ് മെറ്റീരിയലും കിട്ടുന്നു. ഡയറക്റ്റ് വേജസ് കിട്ടുന്നത്. ഇത് രണ്ടും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഡയറക്റ്റ് മെറ്റീരിയൽ 20% ഇൻക്രീസ് ചെയ്തു, ഡയറക്റ്റ് വേജസ് 5% ഇൻക്രീസ് ചെയ്തു. അപ്പോൾ നമ്മൾ പെർ യൂണിറ്റ് വെച്ചിട്ട് ഇത് ചെയ്തിട്ട് കണ്ടുപിടിച്ചതിന് ശേഷം നമ്മുടെ ടോട്ടൽ 1200 വെച്ച് നമ്മൾ ടോട്ടൽ കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് പ്രൈം കോസ്റ്റ് നമുക്കപ്പോൾ എത്ര കിട്ടും? ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിയുമ്പം 2,66,400 കിട്ടുന്നത്. പെർ യൂണിറ്റ് എന്ന് പറയുന്നത് 222. അതായത് 1200 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി ഈ ടോട്ടൽ പ്രൈം കോസ്റ്റിന്. ഇനി വർക്ക് കോസ്റ്റിൻ്റെ കാര്യം പറഞ്ഞിരിക്കുന്നത്. വർക്ക് കോസ്റ്റ് എങ്ങനെ ഇൻക്രീസ് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്?
പ്രൈം കോസ്റ്റ് എത്ര ഇൻക്രീസ് ചെയ്തോ അതിൻ്റെ ബേസിസിലായിരിക്കും. അതായത് കമ്പൈൻഡ് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ പ്രൊപ്പോർഷനേറ്റ് ആയിട്ട്, കമ്പൈൻഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ മെറ്റീരിയൽ ലേബറും കൂടി ചേർന്ന പ്രൈം കോസ്റ്റ്. അപ്പോൾ പ്രൈം കോസ്റ്റ് എത്ര ഇൻക്രീസ് ചെയ്തോ അതിൻ്റെ പ്രൊപ്പോർഷനേറ്റ് ആയിട്ടായിരിക്കും വർക്ക് കോസ്റ്റ് ഇൻക്രീസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം നമ്മുടെ പ്രൈം കോസ്റ്റ് എത്രത്തോളം ഇൻക്രീസ് ചെയ്തെന്ന്. നമ്മുടെ 1000 രൂപയുടെ അതായത് 1000 യൂണിറ്റ് പ്രിപ്പയർ ചെയ്ത നമ്മുടെ കോസ്റ്റ് ഷീറ്റ് നോക്കുക. അതിൽ നമ്മുടെ പ്രൈം കോസ്റ്റ് 2,00,000, വർക്ക് കോസ്റ്റ് 5,000. അപ്പം നമുക്കതിൻ്റെ പെർസെൻറ്റേജ് കാണുന്നത് എങ്ങനെയാണ്? 50,000 ഡിവൈഡ് ബൈ 2,00,000 ഇൻറ്റു 100, 25% എന്ന് കിട്ടും. ആ 25% പ്രൈം കോസ്റ്റ് അത്രയും തന്നെയാണ് നമുക്ക് ഇവിടെയും നമ്മൾ വർക്ക് കോസ്റ്റായിട്ട് കൊടുക്കുന്നത്. മനസ്സിലാവാത്ത ഒന്നുകൂടി നോക്കാം. നമ്മുടെ ജനറൽ കോസ്റ്റ് ഷീറ്റ് എടുക്കുക. അതായത് 1000 യൂണിറ്റിൻ്റെ കോസ്റ്റ് ഷീറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്നത് എടുക്കുക. അതിൻ്റെ ഉള്ളിൽ നമ്മുടെ പ്രൈം കോസ്റ്റ് എത്ര പെർസെൻറ്റേജ് ഉണ്ടെന്ന് നോക്കുക. പ്രൈം കോസ്റ്റ് വർക്ക് കോസ്റ്റ് പ്രൈം കോസ്റ്റിൻ്റെ എത്ര പെർസെൻറ്റേജ് ആണ്. അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കും? വർക്ക് കോസ്റ്റ് അല്ല വർക്ക് സോൺ കോസ്റ്റ് എന്ന് പറയുന്നത് 50,000 ആണ്, 50,000 ആണ്. പ്രൈം കോസ്റ്റ് എന്ന് പറയുന്നത് 2,00,000 അപ്പം 50,000 ഡിവൈഡ് ബൈ 2,00,000 ഇൻറ്റു 100, 25% വരുന്നത്. അപ്പോൾ നമ്മുടെ പുതിയ ബാലൻസ് കോസ്റ്റ് ഷീറ്റ് വരയ്ക്കുമ്പോഴും നമ്മൾ 25%, അത് പ്രൈം കോസ്റ്റ് നമുക്ക് പുതിയതായിട്ട് കിട്ടിയിരിക്കുന്നത് 2,66,400 ആണ്. അതിൻ്റെ 25% ആണ് നമ്മൾ പുതിയ നമ്മുടെ 1,200 യൂണിറ്റ് വരുന്ന കോസ്റ്റ് ഷീറ്റിലെ നമ്മുടെ വർക്ക് സോൺ കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് 66,600 കിട്ടും. ഇനിയുള്ള അടുത്തത് നമുക്ക് കണ്ടുപിടിക്കാം. അതായത് ഞാൻ ഈ പറഞ്ഞതനുസരിച്ച് ഈ ജനറൽ കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്തതിന് ശേഷം, അതായത് 1000 യൂണിറ്റിൻ്റേത് പ്രിപ്പയർ ചെയ്തതിന് ശേഷം 1,200 യൂണിറ്റിൻ്റെ കോസ്റ്റ് ഷീറ്റ് വരയ്ക്കുക. ഓരോ ഐറ്റമായിട്ട് എഴുതി പോവുക. ജനറൽ ഡയറക്റ്റ് മെറ്റീരിയൽ എങ്ങനെയായിരുന്നു എന്നുള്ളത് ഞാൻ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തു. അതെങ്ങനെ കിട്ടി എന്നുള്ളത് താഴെ വർക്കിംഗ് നോട്ടായിട്ട് കൊടുത്തിട്ട് അങ്ങനെ എഴുതുക. പിന്നെ ഡയറക്റ്റ് ലേബർ 5% ഇൻക്രീസ് ചെയ്തപ്പോൾ നമുക്ക് എങ്ങനെയാണ് ആ വ്യത്യാസം വന്നതെന്ന് എഴുതുക. അതിനുശേഷം പ്രൈം കോസ്റ്റിൻ്റെ പെർസെൻറ്റേജിൽ നമ്മൾ വർക്ക് സോൺ കോസ്റ്റ് കണ്ടുപിടിക്കുന്നു. ദെൻ നമുക്ക് നെക്സ്റ്റ് പറഞ്ഞേക്കുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർ ഹെഡിൻ്റെ കാര്യമാണ്. ഇവിടെ നമ്മളോട് പറഞ്ഞിരുന്നത് അഡ്മിനിസ്ട്രേഷൻ ഓവർ ഹെഡ്, അല്ലെങ്കിൽ ഇവിടെ പറഞ്ഞ സെല്ലിംഗ് കോസ്റ്റ് പെർ യൂണിറ്റും അതർ എക്സ്പെൻസും അൺചേഞ്ച്ഡ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കിക്കുക, നമുക്ക് അൺചേഞ്ച്ഡ് ആണ്. കഴിഞ്ഞ തവണ നമുക്ക് ടോട്ടൽ അഡ്മിനിസ്ട്രേഷൻ ഓവർ ഹെഡ് എന്ന് പറയുന്നത് 90,000 ആയിരുന്നു. ഈ വർഷം ടോട്ടൽ 90,000 തന്നെയാണ്. പക്ഷേ യൂണിറ്റ് കോസ്റ്റിൽ വ്യത്യാസം വരും. നേരത്തെ നമുക്ക് 90,000 ആയിരുന്നു, നമ്മൾ 1000 യൂണിറ്റ് ഉള്ളായിരുന്നു. സോ നമുക്ക് 90 രൂപയായിരുന്നു വന്നത്. ഇവിടെ നമുക്ക് 90,000 വരും. 1,200 യൂണിറ്റ് ഉള്ളതുകൊണ്ട് യൂണിറ്റ് കോളത്തിൽ നമുക്ക് 90,000 ഡിവൈഡ് ബൈ 1,200 75 വരുന്നത്. സോ നമുക്ക് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ 152.50 അതുപോലെ 4,23,000 രൂപയും കിട്ടും. ഇനി അടുത്തായിട്ട് പറഞ്ഞിരിക്കുന്നത് നമുക്ക് സെല്ലിംഗ് ഓവർ ഹെഡിൻ്റെ കാര്യമാണ്. സെല്ലിംഗ് ഓവർ ഹെഡിൻ്റെ കാര്യം വരുമ്പോൾ എങ്ങനെ വരും? ഒരു യൂണിറ്റിന് 30 രൂപയായിരുന്നു നമുക്ക് ജനറൽ. അത് സെല്ലിംഗ് ഓവർ ഹെഡ് എന്ന് പറയുമ്പോൾ ഒരു യൂണിറ്റിനാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ സെല്ലിംഗ് ഓവർ ഹെഡ് ഒരു യൂണിറ്റിന് 30 രൂപ എന്നാണ് നമ്മൾ 1000 LED ബൾബുള്ള കോസ്റ്റ് ഷീറ്റ് കിട്ടിയത്. അപ്പോൾ ഇവിടെ വരുമ്പം ഒരു വ്യത്യാസമുള്ളൂ. 1000 എന്നുള്ള 1,200 ആയിട്ട് മാറുന്നു. അപ്പോൾ 1,200 ഇൻറ്റു 30 36,000 രൂപയാണ് നമുക്ക് സെല്ലിംഗ് ഓവർ ഹെഡായിട്ട് കിട്ടുന്നത്. അങ്ങനെ നമുക്ക് ടോട്ടൽ കോസ്റ്റ് ഓഫ് സെയിൽസ് വരുന്നത് 4,59,000. അതുപോലെ യൂണിറ്റ് 1,200 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 382.50 കിട്ടുന്നത്. ഇനി അടുത്ത് നമുക്ക് പ്രോഫിറ്റാണ് കണ്ടുപിടിക്കേണ്ടത്. പ്രോഫിറ്റിൻ്റെ കാര്യത്തിൽ നമുക്ക് നോക്കാം എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടതെന്ന്. ആദ്യം നമുക്ക് പ്രോഫിറ്റിൻ്റെ റേറ്റ് കണ്ടുപിടിക്കണം. സോ നമുക്കിവിടെ 10% ഓൺ ദ സെല്ലിംഗ് പ്രൈസ് ഈസ് എക്സ്പെക്റ്റഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. 10% ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മുടെ സെയിൽസിൻ്റെ 10% എന്ന് പറയുമ്പോൾ 1/10 കിട്ടും അല്ലേ. സെയിൽസിൻ്റെ 1/10 എന്ന് പറയുമ്പോൾ നമ്മുടെ കോസ്റ്റിൻ്റെ 1/9 ആയിരിക്കും. അപ്പം നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്? ഏറ്റവും ഈസി ആയിട്ടുള്ളതാണ്. കോസ്റ്റിൻ്റെ 1/9 നമുക്ക് കോസ്റ്റ് കിട്ടിയിട്ടുണ്ട്. 4,59,000 കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ 1/9 എന്ന് പറയുന്നത് 51,000 രൂപ. ടോട്ടൽ നമുക്ക് സെയിൽസ് 5,10,000 കിട്ടും. ഇങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യുന്നത്. കുറച്ച് നിങ്ങൾ ബുദ്ധിമുട്ടിയാലേ മനസ്സിലാകത്തുള്ളൂ. എല്ലാ ഇതിലും ചേഞ്ച് വന്നിരിക്കുകയാണ്. നമ്മുടെ പ്രൈം വർക്ക് കോസ്റ്റ്, സെല്ലിംഗ് കോസ്റ്റ്, അതർ എക്സ്പെൻസ് എല്ലാത്തിലും നമുക്ക് ചേഞ്ച് വന്നിട്ടാണ് നമ്മൾ 2 കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് ഇല്ലുസ്ട്രേഷൻ 19, ഇല്ലുസ്ട്രേഷൻ 20 ആൻഡ് 21 3 കൂടി നമുക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് വേറൊരു മോഡലുകളാണ്. ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളത് ഇതുവരെ എക്സാമിന് ചോദിച്ച് കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, നമുക്ക് ടൈം പോകും. അതുകൊണ്ട് നിങ്ങളൊന്ന് വായിച്ച് നോക്കുക. ഇല്ലുസ്ട്രേഷൻ 19 എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്, അത് കപ്പാസിറ്റി ബേസ് ചെയ്തിട്ടൊക്കെയാണ്. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ഞാൻ ഇതുവരെ എക്സാമിനൊക്കെ ചോദിച്ച് കണ്ടിട്ടില്ല, സിലബസിലും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. പിന്നെ ഉള്ളത് ഇല്ലുസ്ട്രേഷൻ 20 ഒന്ന് വായിച്ച് നോക്കിക്കോണം. നമ്മളിപ്പോൾ ചെയ്ത ഏകദേശം ആ സെയിം മോഡൽ തന്നെയാണ്
അതുകൊണ്ട് തന്നെ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. കാരണം നമ്മൾ കൊട്ടേഷൻ പ്രൈസ് കണ്ടുപിടിക്കാൻ ഈ പെർസെൻറ്റേജ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എങ്ങനെയാണെന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇല്ലസ്ട്രേഷൻ 20 വായിച്ച് നോക്കിയിട്ട് മനസ്സിലായില്ലെങ്കിൽ ചോദിച്ചാൽ മതി. 21 ഏകദേശം ആ ഒരു രീതിയിലുള്ളതാണ്. ഇതിനകത്ത് കോസ്റ്റിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഷീറ്റ് ഒന്ന് വരയ്ക്കാനൊക്കെയാണ്. ഇത് ഈ സിലബസിൽ ഇല്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾ ഇല്ലസ്ട്രേഷൻ 20 ഒന്ന് നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുക. അപ്പോൾ ഇതോടുകൂടി നമുക്ക് ഈ ഒരു ചാപ്റ്റർ നിർത്താൻ, നമുക്ക് അടുത്ത ചാപ്റ്റർ റീകൺസിലിയേഷൻ വരുന്നുണ്ട്. അത് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ ഇപ്പോൾ തന്നിരിക്കുന്ന ആ ഒരു ഹോംവർക്ക് നിങ്ങളൊന്ന് ചെയ്ത് വെച്ചേക്കണം. എത്രയായിരുന്നു 12. പിന്നെ അതുപോലെ ഒരുപാട് ഹോംവർക്ക് നമുക്ക് ഇതിനകത്ത് കിടക്കുന്നുണ്ട് ചെയ്യാനായിട്ട്. എല്ലാത്തിനും കൂടെ ടൈം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഈ ഒരു പ്രാക്ടിക്കൽ പ്രോബ്ലം 12 മാത്രമാണ് ഞാൻ തരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. ഓക്കെ, താങ്ക് യു.